ആരാധകർ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന സൂര്യ ചിത്രമാണ് കങ്കുവ. എന്നാൽ ചിത്രത്തിലെ ചില പോരായ്മകൾ കൊണ്ട് തന്നെ തിയേറ്ററിൽ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസോ കളക്ഷനോ ചിത്രത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം. പക്ഷേ ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. സൂര്യ ഹേറ്റേഴ്സ് ആയിട്ടുള്ള ചില ആൾക്കാർ അല്ലെങ്കിൽ ഒരു സെക്ഷൻ ഓഫ് ആൾക്കാർ സിനിമയുടെ റിലീസിന് മുന്നേ തന്നെ നല്ല രീതിയിലുള്ള ഡീഗ്രേഡിങ് വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ റിലീസിന് ശേഷവും സ്റ്റിൽ നല്ല രീതിയിലുള്ള ഡീഗ്രേഡിങ് വർക്കുകൾ സിനിമയ്ക്കെതിരെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. എന്നാൽ സിനിമ കണ്ടിറങ്ങുന്ന പ്രേക്ഷകരിൽ ഭൂരിഭാഗം ആൾക്കാരും, എസ്പെഷ്യലി തമിഴ്നാട്, തെലുഗു സ്റ്റേറ്റ്സിലുള്ള ആൾക്കാർക്ക് ഇതിൻ്റെ മൂല്യങ്ങൾ അവരുടെ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടും വളരെ നല്ല രീതിയിലുള്ള ആ ഒരു മേക്കിംഗ് ആൻഡ് വിഷ്വൽ എക്സ്പീരിയൻസ് കൊണ്ടും തന്നെ സിനിമയെ വളരെയധികം ഇഷ്ടപ്പെടുകയും അവർ നല്ല രീതിയിൽ ആ സിനിമയെ സപ്പോർട്ട് ചെയ്യുകയും നല്ല രീതിയിൽ അത്യാവശ്യം ഭേദമുള്ള രീതിയിൽ അല്ലെങ്കിൽ മോശമില്ലാത്ത രീതിയിലുള്ള ഒരു കളക്ഷൻ ചിത്രം നേടുകയും ചെയ്യുന്നുണ്ട്. നമ്മൾ കുറ്റം പറയുക മാത്രമല്ല, സിനിമയിലെ പോരായ്മകളുണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ അതിൽ ഒരുപാട് പോസിറ്റീവ്സും ഉണ്ട്. ആ പോസിറ്റീവ്സ് കൂടെ കണ്ട് ഇത്രയും നല്ല ഇന്ത്യൻ സിനിമയിൽ നമ്മൾ ഇതുവരെ കണ്ട് ശീലിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ഹോളിവുഡ് ലെവൽ ഓഫ് മേക്കിങ്ങും നല്ല രീതിയിലുള്ള ഒരു വിഷ്വൽ എക്സ്പീരിയൻസും തരുന്ന ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി തന്നെ നിങ്ങൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഫോർ ഷുവർ. ഇനി പറയാനുള്ളത് സൂര്യ 44 കുറിച്ചുള്ള അപ്ഡേറ്റ്സ് ആണ്. സൂര്യ 44, 45 ആൻഡ് 46 ഈ 3 സിനിമകളും വളരെയധികം എക്സ്പെക്റ്റേഷൻസ് ഉള്ള അല്ലെങ്കിൽ വളരെയധികം ചർച്ചകൾ നടക്കുന്ന വലിയ സിനിമകൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ സൂര്യ 44 പറ്റി നമുക്ക് ആദ്യം ചർച്ച ചെയ്യാം. സൂര്യ 44 പറ്റി പറയാനാണെങ്കിൽ ലവ്, ലാഫ്റ്റർ ആൻഡ് വാർ എന്നുള്ളൊരു ടൈറ്റിലാണ് സിനിമയ്ക്ക് വരാൻ പോകുന്നതെന്ന് ഇതിനോടകം തന്നെ ഏകദേശം വ്യക്തമായിട്ടുണ്ട്. ആൻഡ് അത് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് പൂജ ഹെഗ്ഡെ, ചിത്രത്തിലെ നായിക പൂജ ഹെഗ്ഡെ ആണെന്ന് ഇതിനോടകം തന്നെ എല്ലാവർക്കും അറിയാം. ആൻഡ് ഒരു ഇൻ്റർവ്യൂവിൽ പൂജ ഹെഗ്ഡെ ഓൾസോ അവരുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകളിലുമൊക്കെ പൂജ ഹെഗ്ഡെ ഒരു ഹാഷ്ടാഗ് ഇടുന്നുണ്ട്. അതാണ് ഈ ലവ്, ലാഫ്റ്റർ ആൻഡ് വാർ എന്നുള്ളൊരു ഹാഷ്ടാഗ്. അതിൽ നിന്ന് തന്നെ ചിത്രത്തിൻ്റെ ഒരു സ്വഭാവവും ആൻഡ് ഓൾസോ ഒരു ടൈറ്റിൽ കാർഡും ടൈറ്റിലും ഇതാവും എന്നുള്ള ഏകദേശം ഒരു സ്പെക്കുലേഷൻസ് ഒക്കെ നമുക്ക് സ്പെക്കുലേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ഇതൊരു ഫുൾ ഓൺ ഗാങ്സ്റ്റർ മൂവി ആയിരിക്കും എന്നാണ് എല്ലാവരും ആ ഒരു ടീസർ, സൂര്യയുടെ ബർത്ത്ഡേയുടെ അന്നിറങ്ങിയ ആ ഒരു കിടുക്കാച്ചി ടീസർ കണ്ടപ്പം എല്ലാവരും കരുതിയത് അല്ലെങ്കിൽ പറഞ്ഞിരുന്നത് ഇതൊരു ഫുൾ ഓൺ പാക്ഡ് ഗാങ്സ്റ്റർ മൂവി ആയിരിക്കും എന്നാണ്. എന്നാൽ ചിത്രത്തിന് സംവിധായകനായ കാർത്തിക് സുബ്ബരാജ് തന്നെ പറയുകയുണ്ടായി, ഇതൊരു ഗാങ്സ്റ്റർ മൂവിയല്ല, ഇതൊരു പക്ക റൊമാൻറ്റിക് ആക്ഷൻ ഡ്രാമ പടമാണെന്നുള്ളത് കാർത്തിക് തന്നെ സ്ഥിരീകരിക്കുകയുണ്ടായി. ആൻഡ് ഓൾസോ റീസെൻ്റ് ആയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ പൂജ ഹെഗ്ഡെയും പറയുകയുണ്ടായി, മാസ് ആക്ഷൻ എൻ്റർടൈനർ എടുക്കുന്ന കാർത്തിക് സുബ്ബരാജ് ഒരു റൊമാൻറ്റിക് പടം എടുത്താൽ എങ്ങനെയിരിക്കും, അതാണ് ഈ പറയുന്ന സൂര്യ 44 എന്ന് പൂജ ഹെഗ്ഡെയും സ്ഥിരീകരിക്കുകയുണ്ടായി. സോ ഫോർ ഷുവർ നമ്മൾ വിചാരിക്കുന്ന രീതിയിലുള്ളൊരു ഗാങ്സ്റ്റർ വൈബിലുള്ള പടം അല്ലെങ്കിൽ പോലും നല്ല രീതിയിലുള്ള മാസ് ക്ലാസ് ആക്ഷൻ സീൻസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് നമുക്ക് ഈ സിനിമയിലൂടെ കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അതിനെ സ്ഥിരീകരിക്കുന്ന മറ്റൊരു കാര്യം കൂടെ, ഒരു പുതിയ ഡീറ്റെയിൽ കൂടി ഈ സിനിമയെ പറ്റി പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഈ സിനിമയിൽ ഒരു ഘട്ടത്തിൽ ഒരു 15 മിനിറ്റുള്ള സിംഗിൾ ഷോട്ട്, അതായത് ഒരു കട്ടോ ബ്രേക്കോ ഇല്ലാത്ത 15 മിനിറ്റ് വരുന്ന ഒരു സിംഗിൾ ഷോട്ട്, ഒരു മാസ് ആക്ഷൻ, നല്ല BGM ഒക്കെ ഉള്ള കിടുക്കാച്ചി BGMs ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു പക്ക മാസ് ആക്ഷൻ സീക്വൻസ്, ഒരു സീൻ, സിംഗിൾ ഷോട്ട് 15 മിനിറ്റ് സീൻ ഈ ചിത്രത്തിലുണ്ട് എന്നുള്ളത് നമുക്ക് ഓൾമോസ്റ്റ് സ്ഥിരീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിപ്പോർട്ട്സ് ഓൾറെഡി വന്നിട്ടുണ്ട്. സോ അത് തന്നെ 15 മിനിറ്റ് സിംഗിൾ ഷോട്ട്, അതും സൂര്യയുടെ ആക്ടിംഗ് കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഊഹിക്കാമല്ലോ. ഡയറക്റ്റഡ് ബൈ കാർത്തിക് സുബ്ബരാജ്, ഫോർ ഷുവർ പൊളിയാവും. ആൻഡ് സന്തോഷ് നാരായണനാണ് മ്യൂസിക്. ഞാൻ അങ്ങേര് ഒട്ടും മോശമല്ല, ഹി ഈസ് ലിറ്ററലി സൂപ്പർ മാൻ. സോ ഒബ്വിയസ്ലി ടോട്ടലി പാക്ഡ് ആണ് ഈ മൂവി. ആൻഡ് ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതിനെപ്പറ്റി നോക്കാനാണെങ്കിൽ നമ്മുടെ ജയറാം, ഇപ്പം പൊതുവേ അന്യഭാഷാ ചിത്രങ്ങളിൽ മലയാളികളുടെ സാന്നിധ്യം കുറച്ച് കൂടുതലാണ്. നമ്മുടെ മലയാളികൾ ആക്ടേഴ്സിൻ്റെയും അല്ലെ ആക്ട്രസ്മാരുടെയൊക്കെ കഴിവുകൾ മറ്റുള്ള ലാംഗ്വേജ് അല്ലെ മറ്റുള്ള ഇൻഡസ്ട്രിക്കാർ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ എല്ലാവരും ഒട്ടുമിക്ക ചിത്രങ്ങളിലും മലയാളി ആക്ടേഴ്സ് ഓർ ആക്ട്രസ്മാരെ ഉൾപ്പെടുത്താറുണ്ട്. ആൻഡ് ഇതിലും ഒട്ടും മോശമല്ല. മലയാളി എന്നുള്ളത് മാറി ഇപ്പോൾ തെലുങ്കനോ അല്ലെങ്കിൽ തമിഴിനോ ആയി മാറിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആ ചിത്രങ്ങളിൽ കൂടുതൽ അഭിനയിക്കുന്ന നമ്മുടെ ജയറാം ഈ ചിത്രത്തിലും ഒരു സാന്നിധ്യമായിട്ട് വരുന്നുണ്ട്. ആൻഡ് ജയറാമിനെ കൂടാതെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാസ്റ്റ് എന്ന് പറയുന്നത് ജോജു ജോർജ് ആണ്. ജോജു ജോർജ് നല്ലൊരു ആക്ടറാണെന്ന് എല്ലാവർക്കും അറിയാം. ആൻഡ് ഈ മൂവിയിൽ അദ്ദേഹത്തിൻ്റെ റോള് മോസ്റ്റ് പ്രോബബിളി വില്ലൻ റോൾ ആയിരിക്കാനാണ് സാധ്യത. ഒരു ഊഹം വെച്ചിട്ട് അദ്ദേഹം വില്ലൻ റോളാണ് ചെയ്യാൻ സാധ്യതയെന്നാണ് പൊതുവെ എല്ലാവരും ചർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ എല്ലാ ഇടങ്ങളിലുള്ള ലീക്സ് ആൻഡ് റൂമേഴ്സ് വില്ലൻ വേഷമായിരിക്കുന്നത് തന്നെയാണ്. അതർ ദാൻ ദാറ്റ് വലിയൊരു അപ്ഡേറ്റ് കൂടെ വന്നിരിക്കുന്നത് ശ്രേയാ ശരൺ. എല്ലാവർക്കും അറിയാം നമ്മുടെ ശ്രേയാ ശരണും ഈ മൂവിയിൽ വലിയ റോൾ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. സോ ഫോർ ഷുവർ കാസ്റ്റ് ആൻഡ് ക്രൂവും അതേപോലെ വന്നിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ ഒരു കിടിലം പടമായിരിക്കും സൂര്യ 44 എന്നുള്ളത് കൺഫേം നമുക്ക് പറയാൻ പറ്റും. ഒരിക്കലും ഒരു ഡിസപ്പോയിൻമെൻ്റ് ആവില്ല. കാർത്തിക് സുബ്ബരാജാണ് ആൻഡ് സൂര്യയാണ് ആൻഡ് കാസ്റ്റ് ആൻഡ് ക്രൂ ഇതൊക്കെയാണ്. 50 മിനിറ്റ് ഷോട്ട്. സോ ഓവറോൾ എല്ലാം കൂടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് ഉറപ്പിക്കാം എന്തോ ബാക്ക്ഗ്രൗണ്ടിൽ കുക്ക് ചെയ്യുന്നുണ്ട്. ലിറ്ററലി ദേ ആർ കുക്കിംഗ് സംതിങ് ഫോർ ഷുവർ ആൻഡ് ഇറ്റ്സ് ഗോണ ബി അമേസിങ്. അത് ഉറപ്പാണ്.